പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിവാദ പരാമർശത്തിൽ 3 മാലദ്വീപ് മന്ത്രിമാർക്ക് സസ്പെൻഷൻ. വിഷയത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി. മന്ത്രിമാരായ മറിയം ഷിവുന, മൽഷൻ, ഹസൻ സിഹാൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. മന്ത്രിയുടെ പരാമർശം രാജ്യത്തിന്റെ നിലപാടല്ലെന്ന് മാലദ്വീപ് അറിയിച്ചിരുന്നു. വിവാദ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് നടപടി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഇന്ത്യയുടെ എതിർപ്പിന് പിന്നാലെ മന്ത്രിമാർക്കെതിരെ കൂട്ടത്തോടെ നടപടിയുണ്ടാകുന്ന സാഹചര്യം. മാലദ്വീപ് ഇതിനെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യയെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അറിയിക്കുന്നത് എങ്ങനെയാണ്? ഇക്കാര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിലുണ്ടായ വ്യാപക പ്രതിഷേധം, ഒപ്പം തന്നെ ഇന്ത്യക്കാർ ഈ മാലദ്വീപിലേക്കുള്ള യാത്ര റദ്ദാക്കുകയും മാലദ്വീപിലേക്ക് ഇന്ത്യക്കാർ യാത്ര ചെയ്യരുത്, വിനോദസഞ്ചാരികൾ പോകരുത് എന്ന തരത്തിലുള്ള പ്രചരണം ശക്തമാവുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം കടന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി, കടുത്ത നടപടി തന്നെ മാലദ്വീപ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിവാദ പരാമർശങ്ങൾ നടത്തിയ 3 മന്ത്രിമാർ, മന്ത്രി മറിയം ഷിവുന, മന്ത്രി മൽഷൻ, മന്ത്രി ഹസൻ സിഹാൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മാലദ്വീപ് സർക്കാർ. ഇക്കാര്യം മാലദ്വീപിന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇബ്രാഹിം ഖലീൽ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മന്ത്രി സിഹാൻ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ നടപടിയെടുത്തു എന്ന് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിലേക്ക് നടത്തിയ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ ഉണ്ടായത്. മന്ത്രി സിഹാനും ഒപ്പം തന്നെ മന്ത്രി മൽഷൻ എന്നിവർ ഈ വിനോദസഞ്ചാരികളുടെ ശ്രദ്ധ മാലദ്വീപ് നിന്നും ലക്ഷദ്വീപിലേക്ക് മാറ്റാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയെങ്കിൽ കടുത്ത തരത്തിലുള്ള ആക്ഷേപകരമായ പരാമർശമാണ് മന്ത്രി മറിയം ഷിവുനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ തരത്തിലുള്ള പ്രചരണം ഈ മന്ത്രിമാർക്കെതിരെ ഉണ്ടായിരുന്നു. ഇന്ത്യ ഇക്കാര്യത്തിലുള്ള അതൃപ്തി ഔദ്യോഗികമായി തന്നെ മാലദ്വീപ്സിനെ അറിയിക്കുകയും മാലദ്വീപ്സ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു. മന്ത്രിമാർ നടത്തിയത് വ്യക്തിപരമായ പരാമർശമാണ് എന്നും അത് രാജ്യത്തിന്റെ നിലപാടല്ല എന്നും മാലദ്വീപ് അറിയിച്ചിരുന്നെങ്കിലും പ്രതിഷേധം അവസാനിക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണ് നടപടിയെടുത്ത പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം മാലദ്വീപ് സർക്കാർ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ 8,000-ഓളം ഹോട്ടൽ ബുക്കിങ്ങുകളും 2,500-ലേറെ ഫ്ലൈറ്റ് ടിക്കറ്റുകളും ഇന്ത്യക്കാർ റദ്ദാക്കി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിവാദ പരാമർശത്തിലാണ് 3 മാലദ്വീപ് മന്ത്രിമാർക്ക് സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത്. വയനാട് വെള്ളാരംകുന്നിൽ KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു. ബത്തേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവരെ കൽപ്പറ്റയിലെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. സുർജിത്ത്, എങ്ങനെയാണ് അപകടമുണ്ടാകുന്നത്? പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല എന്ന് മനസ്സിലാക്കുന്നു, ആശ്വാസകരമെങ്കിലും അപകടമുണ്ടായത് എങ്ങനെ സുർജിത്ത്? 4:30 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഈ കൽപ്പറ്റയിൽ നിന്ന് ചുണ്ടേൽ ഭാഗത്തുള്ള വെള്ളാരംകുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഇത്തരത്തിലൊരു അപകടം. ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഒരു സ്വകാര്യ ഹോം സ്റ്റേയോട് ചേർന്ന് ഉള്ള ഒരു പ്രദേശത്തേക്കാണ് ഈ ബസ് മറിഞ്ഞത്. ഇതിൽ 10ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഈ പരിക്കേറ്റവരെല്ലാം തന്നെ ഗുരുതരമായ പരിക്കല്ല, എല്ലാവരെയും തന്നെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൽപ്പറ്റയിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലേക്ക്, സ്വകാര്യ ആശുപത്രികളിലേക്ക് അടക്കമാണ് മാറ്റിയിട്ടുള്ളത്. ഇവർക്ക് പ്രാഥമികമായ ചികിത്സ നൽകി വരികയാണ്. നിയന്ത്രണം വിട്ട ശേഷം ബസ് താഴേക്ക് മറിയുകയായിരുന്നുള്ളതാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അത് വലിയ ഗുരുതരമായ രീതിയിലുള്ള പരിക്കുകളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത്. ബത്തേരിയിൽ നിന്ന് ഈ കോഴിക്കോട്ടേക്ക് പോയിരുന്ന ഓർഡിനറി ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരുടെ ചില പേരുവിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഫാത്തിമ ആശുപത്രിയിലുള്ള 3 പേരുടെ പേരുവിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ കിനാലൂർ സ്വദേശിയായിട്ടുള്ള ഒരു അതുൽ എന്ന് പറയുന്ന ഒരു 23-കാരന് പരിക്കേറ്റുണ്ട്. അതോടൊപ്പം തന്നെ കൽപ്പറ്റ നോർത്തിലെ റിജീഷ് എന്ന് പറയുന്ന ഒരു 44 വയസ്സുകാരനെ പരിക്ക് ഏറ്റിട്ടുണ്ട്. അതോടൊപ്പം വന്ദന എന്നു പേരുള്ള 25-കാരിക്കും, അവർ ശശിമല സ്വദേശിയാണ്, അവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇത്തരത്തിൽ 3 പേരെ ഫാത്തിമ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല തൊട്ടടുത്തുള്ള ലിയോ ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള വിവിധ സ്വകാര്യ ആശുപത്രികളിലേക്ക് ആളുകളെ മാറ്റിയിട്ടുണ്ട്. അവരുടെയും പരിക്ക് ആശങ്കാവഹമായ രീതിയിലുള്ള പരിക്കുകൾ ഇല്ല എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പ്രാഥമികമായി ലഭ്യമാകുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. വയനാട് വെള്ളാരംകുന്നിലാണ് KSRTC ബസ്
താഴ്ചയിലേക്ക് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വണ്ടിപ്പെരിയാർ പീഡനക്കേസിലെ പെൺകുട്ടിയുടെ പിതാവിനെ കുത്തിയത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയെന്ന് എഫ്ഐആർ. പ്രതി പാൽരാജിനെ റിമാൻഡ് ചെയ്തു. പോലീസിന് സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ 24-നോട് പറഞ്ഞു. കരിങ്കടലായി വണ്ടിപ്പെരിയാറിലെ കോൺഗ്രസ് ശ്രീജ്വാല. കുറ്റാരോപിതൻ രക്ഷപ്പെട്ടതിന് പിന്നിൽ CPIM ബന്ധം മാത്രമാണ് മാനദണ്ഡമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. എല്ലാ നിയമങ്ങളെയും കാറ്റിൽപ്പാർത്തിക്കൊണ്ടുള്ള അസാധാരണമായ നടപടിയായിരുന്നു പോലീസിന്റെ ഭാഗത്തുണ്ടായത്. അന്വേഷണത്തിന് നാൾവഴികളിലെല്ലാം പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കവചമൊരുക്കുകയായിരുന്നു പോലീസ് ആത്യന്തം ചെയ്തത്. പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരെ നടന്നത് UP മോഡൽ ആക്രമണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇന്നലെ ഇവിടെ നടന്നത് UPയിലെ ഉന്നാവോയിൽ നടന്ന അതേ സംഭവമാണ്. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ കൊല്ലാൻ പാഞ്ഞെടുത്ത UPയിലെ അതേ സംഭവമാണ് ഇവിടെ ഉണ്ടായത്. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ പീരുമേട് MLA വാഴൂർ സോമൻ തള്ളി. ഒരു ഹീനകൃത്യം നടത്തിയതിനു ശേഷവും വീണ്ടും ഈ രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തികച്ചും ക്രിമിനൽ സ്വഭാവമാണ്. അതിനെതിരെ കർശനമായ നടപടികൾ സർക്കാർ കൈക്കൊള്ളും. പോലീസിന്റെ ഭാഗത്ത് എങ്ങനെയാ വീഴ്ചയെന്ന് പറയാൻ പറ്റില്ല. അനാവശ്യമായി പ്രകോപനമുണ്ടാക്കി പാൽരാജ് പെൺകുട്ടിയുടെ പിതാവിനെ ആക്രമിച്ചെന്നാണ് പോലീസ് കണ്ടെത്തൽ. വധശ്രമം ഉൾപ്പെടെ ചുമത്തിയ പ്രതിയെ പീരുമേട് കോടതി റിമാൻഡ് ചെയ്തു. അതേസമയം ആദ്യം ആക്രമിച്ചത് പെൺകുട്ടിയുടെ പിതാവാണെന്ന് പാൽരാജിന്റെ കുടുംബം ആരോപിച്ചു. 24 ഇടുക്കി. സംസ്ഥാനത്ത് വീണ്ടും കർഷക ആത്മഹത്യ. കണ്ണൂർ ആലക്കോട് പാത്തൻപാറ സ്വദേശി ഇടപ്പാറയ്ക്കൽ ജോസാണ് ആത്മഹത്യ ചെയ്തത്. പാട്ടത്തിനടുത്ത സ്ഥലത്തെ വാഴകൃഷി നശിച്ചതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക ബാധ്യത ജോസിനെ വലിയ മനോവിഷമത്തിലാക്കിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഇന്ന് രാവിലെയാണ് വീടിനടുത്തുള്ള കൃഷിയിടത്തിൽ ജോസിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാട്ടിലെ സ്വാശ്രയ സംഘത്തിന്റെ യോഗത്തിലെത്തിയ ജോസ് വായ്പ ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ആരാഞ്ഞിരുന്നു. എന്നാൽ മുൻഗണനയനുസരിച്ച് അർഹതയില്ലെന്ന മറുപടി ലഭിച്ചു. പിന്നീട് വീട്ടിലേക്ക് മടങ്ങിയ ജോസിനെ കാണാതായതോടെ നാട്ടുകാരും ബന്ധുക്കളും നടത്തിയ തിരച്ചിലിലാണ് സമീപത്തെ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുച്ഛമായ സ്ഥലം മാത്രം സ്വന്തമായുള്ള ജോസ് ഏറെക്കാലമായി ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വരികയായിരുന്നു. വാഴക്കൃഷിയായിരുന്നു പ്രധാന ആശ്രയം. പാട്ടകൃഷിയിൽ തുടർച്ചയായുണ്ടായ നഷ്ടം ജോസിനെ സാമ്പത്തികമായി തളർത്തി. നാട്ടിലെ സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്വാശ്രയ സംഘങ്ങളിൽ നിന്നും സ്വീകരിച്ച വായ്പ മടക്കി നൽകാൻ കഴിയാതെ വന്നു. അദ്ദേഹം ഉൽപ്പാദിപ്പിച്ച വാഴ അടക്കമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും നശിച്ചു പോയപ്പോൾ അതിന് നയാ പൈസ പോലും നഷ്ടപരിഹാരം കിട്ടാത്തതിൻ്റെ വേദനയിലാണ് അദ്ദേഹം കടമായി സ്വകാര്യ വ്യക്തിയിൽ നിന്ന് വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപയും അതോടൊപ്പം തന്നെ ബാങ്കിൽ നിന്ന് വാങ്ങിയ വായ്പയും തിരിച്ചടയ്ക്കാൻ കഴിയാതെ ആ മനോവിഷമത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും സംസ്കാരം. കഴിഞ്ഞ 2 മാസത്തിനിടെ കണ്ണൂർ ജില്ലയിലെ 3ാമത്തെ കർഷകാത്മഹത്യയാണ് ജോസിന്റേത്. 24 കണ്ണൂർ. പ്രശ്നങ്ങളൊടുങ്ങാതെ ബംഗാൾ. പശ്ചിമബംഗാളിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ പിടികൂടാൻ ഗവർണർ DGPക്ക് നിർദ്ദേശം നൽകി. ആക്രമണത്തിന് പിന്നാലെ ഷാജഹാൻ ബംഗ്ലാദേശിലേക്ക് കടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തെ ക്രമസമാധാന നില ചൂണ്ടിക്കാട്ടി BJP സംസ്ഥാന അധ്യക്ഷൻ ഗവർണർ CV ആനന്ദബോസുമായി കൂടിക്കാഴ്ച നടത്തി. അതിനിടെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. മുർഷിദാബാദിലാണ് സംഭവം. പശ്ചിമബംഗാളിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഷാജഹാൻ ഷെയ്ഖിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച രാജ്ഭവന് പരാതി ലഭിച്ചതോടെയാണ് നിലപാട് കടുപ്പിച്ച് ഗവർണർ CV ആനന്ദബോസ് രംഗത്തെത്തിയത്. ഷാജഹാൻ ഷെയ്ഖിനെ ഉടൻ പിടികൂടി കർശന നടപടി സ്വീകരിക്കാൻ ഗവർണർ DGPക്ക് നിർദ്ദേശം നൽകി. പോലീസ് ഒത്താശയോടെ ചില നേതാക്കൾ ഷാജഹാനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും പരാതിയിൽ പറയുന്നു. ആക്രമണത്തിന് പിന്നാലെ ഷാജഹാൻ ബംഗ്ലാദേശിലേക്ക് കടന്നതായാണ് ED വൃത്തങ്ങൾക്ക് ലഭിച്ച വിവരം. സംസ്ഥാനത്ത് BJP ധ്രുവീകരണ രാഷ്ട്രീയം ആരംഭിച്ചെന്ന് ബംഗാൾ PCC അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൗധരി ആരോപിച്ചു. ക്രമസമാധാന നില തകർന്നതിൽ അതീവ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ സുഗാന്ത മജുംദാർ ഗവർണർ CV ആനന്ദബോസുമായി കൂടിക്കാഴ്ച നടത്തി. റേഷൻ അഴിമതി കേസിൽ നടപടി ശക്തമാക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 24 ഡൽഹി.
പുതുവത്സര ദിനത്തിൽ ഡൽഹിയെ നടുക്കി വീണ്ടും കൂട്ടബലാത്സംഗം. ഡൽഹി സദർ ബസാറിൽ 12 വയസ്സുകാരിയാണ് കൂട്ടബലാത്സംഗം ചെയ്തത്. സദർ ബസാറിൽ ചായക്കട നടത്തുകയായിരുന്ന പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികളടക്കം 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രി പെറുക്കാനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചെത്തിച്ച പെൺകുട്ടിയെയാണ് കൂട്ടബലാത്സംഗം ചെയ്തത്. പെൺകുട്ടിയെ പ്രതികളുടെ അടുത്തെത്തിച്ച ശുചീകരണ തൊഴിലാളിയായ സ്ത്രീയും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. ബലാത്സംഗത്തിന് ശേഷം പെൺകുട്ടിയെ പ്രതികൾ ഭീഷണിപ്പെടുത്തി. സംഭവം വെള്ളിയാഴ്ച പെൺകുട്ടി ബന്ധുക്കളെ അറിയിച്ചതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്തത്. ബലാത്സംഗം ആസൂത്രിതമെന്ന് പോലീസ് അറിയിച്ചു. പന്തല്ലൂരിലെ പുലി പിടിയിൽ. കേരള തമിഴ്നാട് അതിർത്തിയായ പന്തല്ലൂരിൽ 3 വയസ്സുകാരിയെ കടിച്ചു കൊലപ്പെടുത്തിയ പുലിയെ പിടികൂടി. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ പന്തല്ലൂർ അംബ്രോസ് വളവിന് സമീപത്തെ ചതുപ്പിൽ നിന്നാണ് പുലിയെ കണ്ടെത്തിയത്. പിടികൂടിയ പുലിയെ നാട്ടുകാരെ കാണിക്കാത്തതിനെ തുടർന്ന് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി. പ്രതിഷേധക്കാരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. വനം വകുപ്പ്, RRT, കുങ്കിയാന, വെറ്റിനറി ഡോക്ടർ തുടങ്ങിയ 100 അംഗ സംഘം നടത്തിയ തെരച്ചിലിലാണ് പുലിയെ മയക്കുവെടിവെച്ച് പിടികൂടിയത്. തുടർന്ന് മുതുമല വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിടാനായി വനം വകുപ്പിന്റെ വാഹനത്തിൽ കൊണ്ടുപോയി. എന്നാൽ പിടികൂടിയ പുലിയെ കാണിക്കാത്തതിനാൽ പിടികൂടി എന്നതിൽ വിശ്വാസമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒന്നൊന്നല്ല, ഒരുപാട് പുലികൾ ഇവിടെ ഉള്ളതാണ്. പിടിച്ചെന്നാണ് പറയുന്നത്. ഒരു പുലിയിലും പിടിച്ചിട്ട് ഇവിടെ ആരെയും കാണിച്ചിട്ടൊന്നുമില്ല. പോരാട്ടന്റെ വ്യക്തമായ ഒരു തീരുമാനവും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ഞങ്ങളെ ദുരിതാവസ്ഥ അങ്ങനെ തന്നെയായി കഴിയത്തീരും. നീലഗിരി ജില്ലാ കളക്ടർ അരുണ സമരക്കാരുമായി ചർച്ച നടത്തി കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. എന്നാൽ സ്വീകരിക്കാൻ ഇവർ തയ്യാറായില്ല. കൊല്ലപ്പെട്ട 3 വയസ്സുകാരി നാൻസിയുടെ മൃതദേഹം നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക. പുലിയെ പിടികൂടിയതോടെ ഗൂഡല്ലൂർ നിവാസികളുടെ ദിവസങ്ങൾ നീണ്ട ആശങ്കകൾക്കാണ് വിരാമമാകുന്നത്. എന്നാൽ നാട്ടുകാരുടെ പ്രധാന ആവശ്യം നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നതാണ്. ആവശ്യം അംഗീകരിക്കും വരെ പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഗൂഡല്ലൂർ പ്രദേശത്ത് നാട്ടുകാർ നടത്തിയ റോഡ് ഉപരോധം 20 മണിക്കൂർ പിന്നിട്ടു. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനും പ്രയത്നത്തിനും ഒടുവിൽ പുലിക്കൂട്ടിലായെങ്കിലും ഇവിടുത്തുകാരുടെ ആശങ്ക നീങ്ങുന്നില്ല. കാട്ടാൻ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ നടുവിലാണ് ഇവരുടെ ജീവിതം. ക്യാമറാമാൻ മുനീർ ചിരിയുന്നൊപ്പം സമീർ ബിൻ കരീം, 24 ഗൂഡല്ലൂർ. 4 വിദ്യാർത്ഥികളുടെ മരണത്തിന് കാരണമായ കുസാറ്റ് ദുരന്തത്തിൽ മുൻ പ്രിൻസിപ്പൽ അടക്കം 3 അധ്യാപകരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസ്. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ദീപക് കുമാർ സാഹു, ഡോക്ടർ ഗിരീഷ് കുമാരൻ തമ്പി, ഡോക്ടർ ബൈജു എന്നിവരെ പ്രതിയാക്കിയാണ് കേസ്. അപകടമുണ്ടാക്കിയ ദിഷണ ഫെസ്റ്റിന്റെ കൺവീനറായിരുന്നു ഡോക്ടർ ഗിരീഷ് കുമാരൻ തമ്പിയും ഡോക്ടർ ബൈജുവും. കുറ്റകരമല്ലാത്ത നരഹത്യയ്ക്കുള്ള IPC 304A വകുപ്പ് പ്രകാരമാണ് 3 പേരെയും പ്രതിയേർത്തത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് അധ്യാപകർക്കെതിരെ കേസെടുത്ത വിവരമുള്ളത്. നവംബർ 25 നടന്ന ദുരന്തത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തിരുന്നത്. പരിപാടിക്ക് പോലീസ് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് കത്ത് ലഭിച്ചിട്ടും പോലീസിന് കൈമാറാതിരുന്ന രജിസ്ട്രാറെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ പ്രതിയാക്കിയേക്കും. S. ശ്യാംകുമാർ, 24 കൊച്ചി. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. കണ്ണൂർ കളക്ടറേറ്റ് വളപ്പിൽ സമരം ചെയ്ത M. വിജിൻ MLA മനസ്സിലായില്ലെന്ന് SI ഷമീലിന്റെ വിശദീകരണം. അതേസമയം MLA ആണെന്ന് സ്ഥലത്തുണ്ടായിരുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് ACPയുടെ റിപ്പോർട്ടിൽ പരാമർശം. SIക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതാണ് കണ്ണൂർ ACPയുടെ അന്വേഷണ റിപ്പോർട്ട്. MLA തിരിച്ചറിഞ്ഞില്ലെന്നും നഴ്സിംഗ് അസോസിയേഷൻ ഭാരവാഹിയെന്ന് തെറ്റിദ്ധരിച്ചാണ് MLAക്കെതിരെ പ്രതികരിച്ചതെന്നുമാണ് കണ്ണൂർ ACPക്ക് ടൗൺ SI PP ഷമീൽ നൽകിയ വിശദീകരണം. എന്നാൽ SIയുടെ വാദം തള്ളുന്നതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. മൈക്ക് പിടിച്ചു വാങ്ങിയത് കളക്ടറേറ്റ് വളപ്പിൽ നിയന്ത്രണമുള്ളതിനാലെന്നും SI നൽകിയ വിശദീകരണത്തിൽ പറയുന്നു. MLAയുടെ പേര് ചോദിച്ചത് SI പറഞ്ഞിട്ടാണെന്ന് പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. SI പ്രോട്ടോകോൾ ലംഘിച്ച് പെരുമാറിയെന്നും കളക്ടറേറ്റ് മാർച്ചിനിടെ സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നുമാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. സുരക്ഷാ വീഴ്ച മറച്ചുവെക്കാൻ SI അപമര്യാദയായി പെരുമാറിയെന്നാണ് MLA വിജിന്റെ വാദം. നടപടി വേണമെന്നും വിജിൻ ആവശ്യപ്പെടുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ACPയുടെ അന്വേഷണ റിപ്പോർട്ടും എതിരായതോടെ SIക്കെതിരെ വകുപ്പ് തല നടപടിക്ക് സാധ്യത തെളിഞ്ഞു. 24 കണ്ണൂർ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന് പരാതി. മുത്തശ്ശിയോടൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെ ഇന്ന് പുലർച്ചെയാണ് അജ്ഞാതൻ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കാട്ടാക്കട പോലീസ് അന്വേഷണം തുടങ്ങി. കാട്ടാക്കട പൂവച്ചൽ കുറകോണത്താണ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത്. കുട്ടിയുടെ കരച്ചിൽ കേട്ട് മുത്തശ്ശി ഉണർന്നതോടെ അജ്ഞാതൻ ഓടി രക്ഷപ്പെട്ടു. കാക്കി ഷർട്ടും കറുത്ത പാന്റും ധരിച്ചെത്തിയ ആളാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്ന് കുട്ടിയുടെ പിതാവ്.
ഒരു പയ്യൻ, അതായത് എൻ്റെ അത്ര പൊക്കവും എൻ്റെ അത്ര വണ്ണമുള്ള ഒരു ആൾ കൊച്ചിനെ എടുത്തും കൊണ്ട് ഇറങ്ങുന്ന സമയത്താണ് ഞാനെന്നും പറഞ്ഞ അമ്മായി പുറത്തിറങ്ങുന്നത്. ഞാനെല്ലാന്നും കൊച്ചു പറഞ്ഞപ്പോഴത്തേക്കും കൊച്ചിൻ്റെ കൈ കയറി പിടിച്ചപ്പോഴാണ് ആൾ അവിടെ നിർത്തിയിട്ട് ഹാളിൽ നിർത്തിയിട്ട് ഇറങ്ങി ഓടി. ഞങ്ങൾ ഈ ബേളം കെട്ടിട്ട് ഞങ്ങളും പുറത്തിറങ്ങി ഓടിയപ്പോഴത്തേക്കും പട്ടി കിടന്ന് കുടിക്കും. പക്ഷെ ആളിനെ കാണാനില്ല. ആ സമയത്ത് ആളിനെ വ്യക്തമായിട്ട് കണ്ടു, പക്ഷെ മുഖം കണ്ടില്ല. കാക്കി ഷർട്ടും കറുത്ത പാൻറ്റുമാണ് ഇട്ടിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. പിതാവ് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും അജ്ഞാതൻ കുതറിയോടി. ബന്ധുക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് കാട്ടാക്കട പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തി. 24 തിരുവനന്തപുരം. കലോത്സവ നഗരിയിൽ നിറഞ്ഞു കവിഞ്ഞ ജനപ്രിയ ഇനമായ ഒപ്പനവേദി. പുലരുവോളം നീണ്ട മത്സരത്തിനിടെ മൈക്കിൽ നിന്ന് ഷോക്കേറ്റതും വേദിയിൽ കാർപ്പറ്റ് ഇടാത്തത് മൂലം കുട്ടികൾ തെന്നി വീണതും പ്രതിഷേധത്തിന് ഇടയാക്കി. വേദി 4 ജനപ്രിയ ഇനമായ ഒപ്പന വേദിയിലാണുള്ളത്. ടൗൺ ഹാളിലാണ്. ഏതായാലും നമുക്ക് ഒപ്പന ഒന്ന് കയറി കാണാം. ഒരു രക്ഷയില്ലപ്പ, 1 ഇഞ്ച് സ്ഥലമില്ല കേട്ടോ. അതെ കാണാൻ പറ്റുന്നുണ്ടോ? അതെ, നമുക്ക് ക്യാമറയും കൊണ്ട് കയറാനും പറ്റുന്നില്ല, കാണാനും പറ്റുന്നില്ല, ഷൂട്ട് ചെയ്യാനും പറ്റുന്നില്ല. നമുക്ക് വേറൊരു വഴിയുണ്ട്, അങ്ങോട്ട് പോവാം. ഇവിടെ ഒന്ന് നോക്കാവേ, ഇതിൽ കൂടെ കയറാൻ പറ്റും. ഇല്ലപ്പാ, ഭയങ്കര തിരക്ക് തന്നെ. വേറൊരു വഴിയുണ്ട്. ഒപ്പന കാണാൻ എത്തിയവർക്ക് നിന്ന് കാല് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പ്രശ്നത്തോട് പ്രശ്നം. മൈക്കിൽ നിന്ന് ആദ്യം ഷോക്ക് അടിച്ചു. അസ്ന എന്ന് പറഞ്ഞ കുട്ടിക്ക് മൈക്കിൽ നിന്ന് ഷോക്ക് അടിച്ചു. പെട്ടെന്ന് അവൾക്ക് കാലുമെന്നങ്ങാണ്ട് ഷോക്ക് കയറി. ആ കുട്ടി കുഴഞ്ഞു വീണോ? ആ കുട്ടി പെട്ടെന്ന് അവൾക്ക് ഷോക്ക് അടിച്ചിട്ട് അവൾക്ക് വയ്യാണ്ടായി നീങ്ങി നിന്നോള് റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു. വേദിയിൽ മത്സരത്തിനിടെ ഷോക്ക് അടിച്ചതുകൊണ്ട് മത്സരം പാതിക്ക് നിർത്തേണ്ടി വന്ന ഇവർക്ക് ഏറ്റവും ഒടുവിലത്തെ ക്ലസ്റ്ററിൽ വീണ്ടും അവസരം കിട്ടും എന്ന ഉറപ്പിൽ അങ്ങനെ അവർ കാത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അതാ അടുത്ത പ്രശ്നം. ഒപ്പന കാണാൻ പറ്റാതെ മടങ്ങിയവർക്കും ചിലത് പറയാനുണ്ട്. സാധാരണ ഒപ്പൻ്റെ വേദികൾ എന്ന് പറഞ്ഞാൽ ഓപ്പൺ വേദികളാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ആളുകൾ ദൂരത്ത് നിന്ന് ആളുകൾ പോലും ഇവിടെ വന്നിട്ട് അകത്തേക്ക് കയറാൻ പറ്റാതെ മടങ്ങിപ്പോവാണ്, തിരിച്ചു പോവാണ്. ജനപ്രിയ ഇനമായ ഒപ്പന തുറന്ന വേദിയിൽ വേണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. അർഷകിനൊപ്പം ഗോപിക സുരേഷ്, 24. കൗമാര കലാപുരം കൊല്ലത്ത് ആവേശത്തോടെ പുരോഗമിക്കുകയാണ്. വൈകിട്ട് മഴ തിമിർത്തു പെയ്തത് മത്സരങ്ങൾ അല്പം വൈകിപ്പിച്ചു. സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടത്തിൽ 796 പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് 1ാം സ്ഥാനത്തുള്ളത്. കൊല്ലത്തെ കലോത്സവ നഗരിയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അല്പസമയം മുമ്പ് മഴ അത് മത്സരങ്ങളെ അല്പം വൈകിപ്പിച്ചു, എങ്കിലും വലിയ കാലതാമസമില്ലാതെ മത്സരങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കലോത്സവ നഗരിയിൽ നിന്ന് ഏറ്റവും ഒടുവിലായി പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? പോയിന്റ് നില ഓടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ് ശ്രീജിത്ത്? അതായത് മഴ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴ അല്പസമയം മുൻപാണ് ശക്തമായി തന്നെ പെയ്തത്. ഏതാണ്ട് ഒരു അരമണിക്കൂർ നേരം മഴ ശക്തമായി നിന്ന് പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പല വേദികളിലേക്കും വെള്ളം കയറുന്ന, സദസ്സിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രധാന വേദിയിൽ നിന്നടക്കം തൊട്ടപ്പുറത്തെ വേദിയിൽ നിന്ന് അടക്കം കഥാപ്രസംഗ മത്സരമടക്കം നിർത്തിവെക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതിനുശേഷമാണ് മഴ മാറിയത്. ഇപ്പോൾ മത്സരങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. നാടക മത്സരത്തിലും സമാനമായ രീതിയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചെറിയ കാലതാമസം അവിടെയും ഈ ഒരു ഘട്ടത്തിൽ എടുക്കുന്നുണ്ട്. അതായത് നാടക മത്സരങ്ങൾ ഏതാണ്ട് പുലരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പീലുമായി ഹൈക്കോടതി ഉത്തരവുമായൊക്കെ നിരവധി ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്, നിരവധി ടീമുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും റിജിത്ത് സൂചിപ്പിച്ചതുപോലെ പോയിന്റ് നിലയിൽ കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്ത് തുടരുന്നു. ശക്തമായ പോരാട്ടവുമായി കോഴിക്കോട് ജില്ല 2ാം സ്ഥാനത്തും പാലക്കാട് ജില്ല 3ാം സ്ഥാനത്തുമാണ് ഇപ്പോൾ ഉള്ളത്. കണ്ണൂർ ജില്ലയ്ക്ക് 796 പോയിന്റാണ് ഉള്ളത്. കോഴിക്കോടിനാകട്ടെ 5 പോയിന്റ് കുറവ്, 791. പാലക്കാട് 785 എന്നിങ്ങനെയാണ് പോയിന്റ് പട്ടിക. എന്തായാലും
ശക്തമായ മത്സരം നടക്കുമ്പോൾ പോലും ഈ ജില്ലകൾ തമ്മിൽ ശക്തമായ മത്സരം നടക്കുമ്പോൾ പോലും എപ്പോഴും മാറി മറിയാവുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഈ നമുക്ക് ഈ ടേബിളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എന്തായാലും മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നാടക മത്സരം ഇപ്പോഴും തീർന്നിട്ടില്ല. അവിടെ 4 ക്ലസ്റ്റർ ഉണ്ട്. നേരം പുലരുന്ന കാര്യത്തിൽ തർക്കമില്ല. കഥാപ്രസംഗ മത്സരം അല്പസമയം മുൻപാണ്. ശരി, കലോത്സവ നഗരിയിൽ നിന്ന് ശ്രീകുമാരനാണ് പോയിന്റ് പട്ടികയുടെ വിവരങ്ങളൊപ്പം തന്നെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനത്തിൽ അന്തിമ ധാരണയാകാതെ കോൺഗ്രസ് RJD ചർച്ച. ബീഹാറിൽ 10 സീറ്റ് വേണമെന്ന് PCC ആവശ്യപ്പെട്ടെങ്കിലും RJD തള്ളി. അതിനിടെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് സമാജ്വാദി പാർട്ടി രംഗത്തെത്തി. ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. AFPയുടെ മാധ്യമപ്രവർത്തകരായ മുസ്തഫ തുറായും ഹംസ ദഹ്ദൂഫുമാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇതുവരെ 109 മാധ്യമപ്രവർത്തകർക്കാണ് ജീവൻ നഷ്ടമായത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ VIP ഡ്യൂട്ടിയിൽ റൊട്ടേഷൻ വേണമെന്ന നിർദ്ദേശവുമായി ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ. 1 മാസത്തിൽ കൂടുതൽ തുടർച്ചയായി VIP ഡ്യൂട്ടി ഉണ്ടാവില്ല. VIP ഡ്യൂട്ടിയിലുള്ള റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സ് റുട്ടീൻ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തുന്നു എന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് നടപടി. മലപ്പുറം പെരുമ്പടപ്പ് പാറയിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ മർദ്ദിച്ച 3-അംഗ സംഘം അറസ്റ്റിൽ. വന്നേരി സ്വദേശികളായ സൻസലുദ്ദീൻ, വിനായക്, ഷാഹുൽ എന്നിവരാണ് അറസ്റ്റിലായത്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ്. നോക്കാമിനി ഇപ്പോഴത്തെ കാലാവസ്ഥ. സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്.